നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സർ നമസ്കാരം. വന്ദേ മാതരം. വന്ദേ മാതരം പ്രശാന്ത്, വന്ദേ മാതരം. സാറ് ഇപ്പോൾ നമ്മുടെ ദേശാഭിമാനി പത്രവുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ വിവാദം തലപൊക്കിയിട്ടുണ്ട്. അതായത് ഇന്നലെ ഞായറാഴ്ച ദേശാഭിമാനിയോടൊപ്പം വാരാദ്യ പതിപ്പ് ഇല്ലായിരുന്നു. അതിന് കാരണമായിട്ട് പറഞ്ഞത് വി എസിൻ്റെ, അതായത് നമ്മുടെ യശശരീരനായ മുൻ മുഖ്യമന്ത്രി സഖാവ് വി എസ് അച്യുതാനന്ദൻ്റെ സ്മരണ വരികയാണ്. അപ്പോൾ അത് വി എസുമായി ബന്ധപ്പെട്ട് അതിനകത്തൊരു വലിയ ലേഖനം ഉണ്ടായിരുന്നു. ആ ലേഖനം പ്രസിദ്ധീകരിക്കുന്നതിനെ ചൊല്ലിയുണ്ടായ അതവരുടെ പാർട്ടിയുടെ ഇൻറ്റേർണൽ കാര്യമാണ്. എങ്കിലും അങ്ങ് വി എസിൻ്റെ മുഖ്യ സുരക്ഷാ ചുമതല വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥനാണ്. അന്ന് സി എമ്മിൻ്റെ സുരക്ഷ SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ നിർവഹിക്കുന്ന ആ സുരക്ഷാ ചുമതല നിർവഹിച്ച ഉദ്യോഗസ്ഥനാണ് അങ്ങ് വി എസിനെ എങ്ങനെ ഓർക്കുന്നു? പ്രശാന്ത്, പിന്നെ ഇത് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ ഒരു എഗ്രീഡ് ആയിട്ടുള്ള ഒരു സാധനമുണ്ട്. നമ്മൾ രാഷ്ട്രീയം സംസാരിക്കില്ല. പ്രത്യേകിച്ച് ഞാൻ രാഷ്ട്രീയം പറയണ്ട. അല്ല, അപ്പം അതുകൊണ്ട് ഞാൻ രാഷ്ട്രീയം പറയില്ല. പക്ഷേ വി എസ് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ ഒരാൾ എൻ്റെ കരിയറിൽ, അങ്ങയുടെ പോലീസ് ജീവിതം, എൻ്റെ കരിയറിൽ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ്. മാത്രമല്ല എന്നെ ഒരുപാട് സ്വാധീനിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാൻ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനല്ല. അതാണ് അതിനകത്ത് ഒരു സംശയം ഞാൻ ചോദിക്കട്ടെ സാർ, ഇടയ്ക്ക് കയറിയതിൽ ക്ഷമിക്കണം. അങ്ങ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ വി എസിനെയാണോ അങ്ങ് അറിയുന്നത്, അതോ ഒരു മുഖ്യമന്ത്രിയായിരുന്ന ഒരു രാഷ്ട്രീയ നേതാവായിരുന്ന വി എസിനെയാണോ അങ്ങ് കൂടുതൽ അറിയുന്നത്? എനിക്ക് ഈ കമ്മ്യൂണിസത്തെ പറ്റിയൊക്കെ കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. എനിക്ക് പറയാൻ ഞാൻ ആളല്ല. ഞാൻ വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന കേരള CM പച്ചയായ മനുഷ്യൻ, അദ്ദേഹത്തെ ഞാൻ വളരെ ക്ലോസ് ആയിട്ട് അറിഞ്ഞിട്ടുണ്ട്. ഞാൻ ആരുമല്ല പാർട്ടിയിൽ, ഞാൻ വെറും ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അപ്പം അദ്ദേഹം എൻ്റെ കൂടെ അങ്ങനെ അടുക്കാറില്ല. സാധ്യത വളരെ കുറവാണ്. പക്ഷേ എവിടെയോ വെച്ച് അതിൻ്റെ കെട്ടങ്ങ് പൊട്ടി അദ്ദേഹം എന്നെ മകനെ പോലെ എൻ്റെ അടുത്ത് ഡീൽ ചെയ്തിട്ടുണ്ട്. മകനെ പോലെ ഭയങ്കര സ്നേഹമായിരുന്നു എന്നോട്. ഞാൻ പക്ഷേ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ, അദ്ദേഹം CM ആണ്, ബെസ്റ്റ് പോസ്റ്റിംഗ് സംഘടിപ്പിച്ചെന്നെ. ഞാൻ ആർക്കും വേണ്ടാത്ത സ്പെഷ്യൽ ബ്രാഞ്ചിലാണ് ഞാൻ ജോലി ചെയ്തത്. പക്ഷെ ഞാൻ വി എസിനെ പരിചയപ്പെടുന്ന അവിടെ വെച്ചൊന്നും അല്ല. ഞാൻ എങ്ങനെയാണ് വി എസിൻ്റെ മനസ്സിൽ കടന്നുകൂടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മെഡിക്കൽ കോളേജ് സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് 98 അന്ന് അദ്ദേഹം LDF കൺവീനറാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഞാൻ ഓസ്ട്രേലിയയിൽ പഠിക്കുകയാണ്. 7 വർഷത്തെ ലീവ് എടുത്ത് ഈ പോലീസെല്ലാം ഞാൻ വിട്ടു. വേണം ഈ പോലീസ്, എനിക്ക് മടുത്ത് ഞാൻ പോയതാണ്. അപ്പോൾ എൻ്റെ അച്ഛന് ക്യാൻസർ ആയതുകൊണ്ട് ഒരു ബ്രേക്ക് എടുത്ത് അച്ഛനെ ചികിത്സിക്കാനായിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ അന്ന് എന്നെ മെഡിക്കൽ കോളേജ് CA പറ്റി ഭയങ്കര അലിഗേഷനായിരുന്നു. അപ്പോൾ അന്നത്തെ DGP ശാസ്ത്രി സാർ പറഞ്ഞു, എന്നെ വിളിപ്പിച്ചു. ഞാൻ വീട്ടിൽ ചുമ്മാ നിൽക്കുകയാണ്, അച്ഛനെ ട്രീറ്റ്മെൻറ്റൊക്കെ. നിങ്ങൾ മെഡിക്കൽ കോളേജ് CA ആയിട്ട് പോകണം, നിങ്ങൾ തിരിച്ചെന്നാൽ പോകണം. ഞാൻ സാർ ഡിസംബറിൽ പോകും, അതിനു മുമ്പ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് കണ്ടുപിടിച്ചോളാം, നിങ്ങൾ പോകും അവിടെ എന്ന് പറഞ്ഞു. നിങ്ങളുടെ അച്ഛന് നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കാമല്ലോ എന്ന്. അപ്പം ഞാനും വിചാരിച്ച് ശരിയാണ്. അങ്ങനെയാണ് ഞാൻ മെഡിക്കൽ കോളേജിൽ പോകുന്നത്. മെഡിക്കൽ കോളേജിൽ പോയി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ, ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നില്ല, അത് പിന്നെ ഒരു അവസരത്തിൽ പറയാം, ആ കേസ് എന്താണെന്നൊക്കെ. ഒരു ഡെഡ് ബോഡി ഒഴുകി വന്നു. അപ്പോൾ ഇത് കേരള പോലീസിലെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇങ്ങനത്തെ ഒരു മർഡറും അതിൻ്റെ അവസാനവും നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, സീനിയർ ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചാൽ ഏത് കേസ്, ആടിനെ പട്ടിയാക്കി, പിന്നെ പേപ്പട്ടിയാക്കി, പിന്നെ മതയാനയാക്കി വെടിവെച്ച് കൊല്ലും. നമ്മുടെ പോലീസ് തമിഴ് സിനിമയിലൊക്കെ കാണുന്ന പോലെ അതിൻ്റെ ബെസ്റ്റ് ഉദാഹരണമാണ് ഈ കേസ്. അപ്പോൾ ഞാൻ വി എസിനെ ജീവനോടെ കണ്ടിട്ടില്ല അന്ന് വരെ.
അന്ന് അദ്ദേഹം ഭയങ്കര പവർഫുള്ളാണ്. അതെ, LDF കൺവീനർ. കൺവീനർ. അതെ, അന്ന് CM EK നായനാർ സാറാണ്. ഞാൻ കണ്ടിട്ടില്ല EK നായനാർ സാർ. ഈ 96-ലെ ഇലക്ഷനിൽ ഇദ്ദേഹം മാരാരിക്കുളത്ത് തോറ്റു. ശേഷം LDF കൺവീനറായി തോപ്പിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എനിക്കറിയാം, അതിപ്പോൾ പറയുന്നില്ല. ഞാനന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിലാണ്. അപ്പം അന്നത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ഒരാളെ എത്ര വോട്ടിന് ജയിക്കും എന്ന് വരെ എഴുതി കൊടുക്കും. അന്നത്തെ SP അവിടുത്തെ രാജശേഖരൻ നായർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കഴിഞ്ഞ വർഷം 2024 മരണപ്പെട്ടത്. അതിപ്രഗത്ഭനായ ഒരു IPS ഓഫീസറാണ്. അദ്ദേഹം എഴുതി കൊടുത്തതിൽ ഈ VS അച്യുതാനന്ദൻ്റെ മാത്രം തെറ്റിപ്പോയി. ബാക്കിയെല്ലാം 10 വോട്ട് 100 വോട്ടിന് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ജയിച്ചു. അത്ര അങ്ങനെ ആരുമില്ല അനാലിസിസ് നടത്താൻ. അന്നത്തെ ഹെഡ് കോൺസ്റ്റബിൾസും അന്നത്തെ SIമാരും ഒക്കെ പ്രഗത്ഭരായിരുന്നു. എന്നിട്ട് SP ആയിട്ടിരുന്ന് ആലോചിച്ചിട്ട് അവർ ഓരോ ബൂത്തിൽ പോയി ബൂത്ത് ലെവലിൽ തന്നെ ഇൻഫർമേഷൻ. ഇന്നിപ്പോൾ അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെ നശിപ്പിച്ചു, ആ സിസ്റ്റത്തെ നശിപ്പിച്ചു. അപ്പോൾ എനിവേ ഞാനവിടെ മെഡിക്കൽ കോളേജിൽ ഞാൻ ഇരിക്കുമ്പോൾ ഈ ഡെഡ് ബോഡി ഒഴുകി വന്നു. എൻ്റെ കേസല്ല, SIയുടെ കേസാണ്. അപ്പോൾ ഞാനൊരു വൈകുന്നേരം 4 മണി ആയപ്പം വീട്ടിൽ റെസ്റ്റ് എടുക്കാനായിട്ട് വന്നതാണ്. ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് അപ്പോഴേക്കും എനിക്കൊരു ഫോൺ വന്നു. ഡോക്ടർ ഗിരീഷ് പോസ്റ്റ്മോർട്ടം ചെയ്ത സർജനാണ്. അദ്ദേഹം പറഞ്ഞു, ഗോപാലകൃഷ്ണൻ അർജൻറ്റായിട്ട് ഇവിടെ വരണം, ഞാൻ പോസ്റ്റ്മോർട്ടം ടേബിളിൽ നിന്ന് വിളിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ പേര് ഞാൻ മനഃപൂർവ്വം പറയുന്നില്ല, ആരാണ് മരിച്ചതെന്ന്. ആ ബോഡി ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ സൂയിസൈഡ് നോട്ടുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞത് മർഡറാണെന്നോ. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറാണല്ലോ തീരുമാനിക്കുക, ഒരു DGP അല്ല തീരുമാനിക്കുന്നത്. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടറാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് വേറൊരു അവസരത്തിൽ ഡിസ്കസ് ചെയ്യാം. ഞാൻ വളരെ VSലേക്കുള്ള കണക്ഷൻ ഞാൻ പറയുകയാണ്. അപ്പോൾ ഞാൻ തർക്കിച്ചു ഡോക്ടറുമായിട്ട്. ഞാൻ സൂയിസൈഡ് നോട്ടുണ്ട്, മറിച്ചുണ്ടെന്ന് പറഞ്ഞപ്പം ഗിരീഷ് ഡോക്ടർ പറഞ്ഞ അത് ഗോപാലകൃഷ്ണൻ നിങ്ങളുടെ ഒരു അജ്ഞത കൊണ്ട് പറയുന്നതാണ്. എന്നെ കൺവിൻസ് ചെയ്തു. എങ്ങനെയാണ് നീ കഴുത്തിൻ്റെ ഇവിടെ ഇത് ഡിസെക്റ്റ് ചെയ്ത് എനിക്ക് കാണിച്ചു തന്നു, എങ്ങനെയാണ് എന്താണെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി. അവിടെ ഇരുന്ന് ഡോക്ടറുടെ സ്റ്റേറ്റ്മെൻറ്റ് ആ ടേബിളിൽ വെച്ച് ഞാൻ റെക്കോർഡ് ചെയ്തു. എന്നിട്ട് പിറ്റേ ദിവസം 302 അപ്പോൾ എൻ്റെ അന്വേഷണം എൻ്റെ പുറത്തായി. അന്ന് തൊട്ട് ആദ്യം എനിക്ക് മനസ്സിലായില്ലായിരുന്നു. പിന്നെ അന്ന് ഞാൻ പോലീസിനെ പറ്റി ഞാൻ കയറിയിട്ടൊരു 14 വർഷമല്ലേ ആവുള്ളൂ. പോലീസിനെ പറ്റി എനിക്ക് വലിയ വിവരമില്ല. ഇങ്ങനെയാണല്ലോ നമ്മൾ വിവരം പഠിക്കുന്നത്. ഒരു കേസിനെ എങ്ങനെ അട്ടിമറിക്കാം, അത് എൻ്റെ സ്വന്തം കേസിനെ എങ്ങനെ അട്ടിമറിക്കാം, എങ്ങനെയൊക്കെ നശിപ്പിക്കാം, ഇങ്ങനെയാണ് നമ്മളെ എഡ്യൂക്കേഷൻ. അപ്പം ഞാൻ ഇത്രയൊന്നും ഞാൻ നമ്മുടെ പോലീസിനെ പറ്റി മോശമായിട്ട് വിചാരിച്ചില്ല. പല തരത്തിൽ സാമം ഹേമം ദണ്ഡം പല വിധത്തിൽ. അപ്പം ആരോ പറഞ്ഞു ഇവന് അപ്പം എന്നെ ആർക്കും അറിഞ്ഞൂടാ. വളരെ ചെറുപ്പത്തിൽ ഞാൻ അങ്ങ് വിജിലൻസിലേക്ക് പോയി, പിന്നെ അവിടുന്ന് CBIക്ക് പോയി, പിന്നെ തിരിച്ച് വിജിലൻസ് വന്നു. ഈ ലോക പോലീസിലൊന്നും അപ്പം ഈ സാധനം എന്തോന്നാണെന്ന് അറിഞ്ഞൂടാ. അപ്പം ആരോ പറഞ്ഞിടത്ത് അത് വട്ടാണ് സാറേ, ഇവിടെ അങ്ങ് ശരിയാവാത്തോണ്ട് അങ്ങ് ലോ പഠിക്കാനായിട്ട് ഓസ്ട്രേലിയ പോയതാണ്, ഇതെങ്ങനെ കുറ്റിയും പറിച്ചിപ്പോൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് എന്നാണ് കിട്ടിയ ഫീഡിങ്. ഈ ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥന്മാർക്ക് 2 പ്രഗത്ഭരായ ഉദ്യോഗസ്ഥന്മാർ. ഒരുത്തെ എൻ്റെ ശത്രുവായി മാറി, പിന്നെ വലിയ പോസ്റ്റിലൊക്കെ റിട്ടയർ ചെയ്തു. ഞങ്ങൾ 20 വർഷം യുദ്ധം നടത്തി. ഈ 98 തുടങ്ങിയതാണ്, ഈ VSൻ്റെ കാലത്ത് തുടങ്ങിയാണ്. 20 വർഷം ഞാൻ യുദ്ധം ചെയ്തു അയാളുമായിട്ട്. സാറേ ഞാൻ ഹൈക്കോടതിയിൽ അയാളെ തോൽപ്പിച്ചത് വേറെ കാര്യം. അപ്പോൾ എനിവേ ഈ പിന്നെ അപ്പോൾ അതല്ല, അപ്പം എൻ്റെ അടുത്ത ഫ്രണ്ട്സ് DYSP ഒക്കെ ഉണ്ട്, ഞാൻ CA ആണെന്ന്. അവർ വഴിയൊക്കെ ഒരു ശ്രമം നടത്തി നോക്കി. അപ്പം ഒരാൾ വളരെ സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ, പക്ഷേ അന്നത്തെ പോലീസാണ് അദ്ദേഹം, പഴയ ഈ ബിലോങ്സ് ടു ദ ഓൾഡ് സ്കൂൾ. പക്ഷേ അങ്ങനെ നല്ല മനുഷ്യനാണ്. അങ്ങനെ എന്നെ വന്നു. അദ്ദേഹത്തിൻ്റെ പേര് കരീം എന്നാണ്.
ആരോ പറഞ്ഞു കൊടുത്ത് ഈ DYSP കരീം സാറും ഈ ഗോപാലകൃഷ്ണനുമായിട്ട് എന്തോ ഒരു ക്ലോസ് ബന്ധമുണ്ട്. അപ്പോൾ ഈ കരീം പറഞ്ഞാൽ കേൾക്കും. അപ്പോൾ മേലുദ്യോഗസ്ഥന്മാരെല്ലാം കൂടെ ഇങ്ങേരെ പറഞ്ഞയച്ചു. അങ്ങനെ ഇങ്ങേരെ എന്നെ ഒന്ന് കണ്ടു. ശരിയാണ്, എന്നെ ഇങ്ങനെ സഹായിച്ചിട്ടുണ്ട്, ഞങ്ങളെ നല്ല ബന്ധമാണ്. ഇപ്പം ഒരുപാട് നാളെ അദ്ദേഹം എങ്ങോട്ട് പോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അദ്ദേഹം DYSP ആയിട്ട് റിട്ടയർ ചെയ്തു. അല്ല, DYSP അല്ല, SP ആയി ഉടനെ റിട്ടയർ ചെയ്തു. അപ്പം എൻ്റെ അടുത്ത് എന്ന് ചോദിച്ചു, ഡേയ് നീ നായരല്ലേ? ഞാൻ പറഞ്ഞ അതെ സാർ. ഈ മരിച്ചത് ഞാൻ പറയുന്നില്ല, പറഞ്ഞ് ഐഡൻറ്റിഫൈ ചെയ്യും. മരിച്ചത് ഇന്ന ജാതിയിൽപ്പെട്ടതല്ലേ, നീ എന്തിനിടയിൽ കിടന്നുകൊണ്ട് ഇത്രയും കിടന്നുകൊണ്ട് കയറ് പിരിക്കണേ? ഈ മേലുദ്യോഗസ്ഥന്മാരെ മൊത്തം നീ എതിരാക്കിയില്ലേ? നീ കുഞ്ഞാണ്, ഡിപ്പാർട്ട്മെൻറ്റ് ചില ഡിസിഷൻസ് എടുക്കും, നീ അതിനെ എതിർക്കാൻ പോകരുത്. ഞാൻ പറഞ്ഞു സാർ എനിക്ക് മനസ്സിലായില്ല സാർ എന്താ പറയണമെന്ന്. ഒരു മർഡറിനെ ഞാൻ സൂയിസൈഡ് ആക്കാൻ കൂടണമെന്നാണോ സാർ ഈ പറഞ്ഞു തരണം? അതാണ് പറഞ്ഞത്, നീ കുഞ്ഞാണ്, നിനക്കിനി ഒരുപാട് നാൾ സർവീസുണ്ട്, നിനക്ക് IPS ഒക്കെ കിട്ടി നീ രക്ഷപ്പെട്ടു പോകാനുള്ള എനിക്ക് IPS ഒന്നും കിട്ടില്ല, ഞാൻ എന്താ പോവേണം. പക്ഷെ നീ ഒരു നല്ല പയ്യനായിട്ട് ഞാൻ നിൻ്റെ അടുത്ത് വന്ന് പറയണതാണ്, നിൻ്റെ ഒരു ജ്യേഷ്ഠൻ എന്നെ ഉപദേശിക്കുന്ന പോലെ നീ വിചാരിച്ചോണം, നീ അതങ്ങ് വിടും, നീ പതുക്കെ അങ്ങ് മാറിക്കളാം. ഞാൻ പറഞ്ഞു സാർ ബുദ്ധിമുട്ടാണ് സാർ, എനിക്കത് മാറാൻ പറ്റില്ല സാർ, എൻ്റെ 8 തലമുറ അനുഭവിക്കും, ഇത് ഞാൻ സൂയിസൈഡ് ആക്കില്ല സാർ എന്ന് എഴുതി. അപ്പം എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. അപ്പം ഇതെല്ലാം ചെയ്യുന്നത് ഈ 2 ടോപ്പ് IPS ഓഫീസേഴ്സാണ്. രണ്ടുപേരും DG ആയി. രണ്ടുപേരുടെ പേരും ഏത് കൊച്ചിൻ്റെ അടുത്ത് ചോദിച്ചാലും നമുക്ക് കേരളത്തിൽ അറിയാം ഈ 2 പേരുടെ പേരും. ഒരുത്തൻ DIG, മറ്റാൾ IG ആണ് ആ സമയത്ത്. അപ്പം ഇൻ്റർഫിയറൻസ് ഒന്നും രക്ഷയൊന്നുമില്ല. അപ്പോൾ അവർ പതുക്കെ അത് ക്രൈംബ്രാഞ്ചിനെ കൊണ്ടുപോകും. ക്രൈംബ്രാഞ്ചിലാണ് ഇവന്മാർ വരുന്നത്, ഈ 2 ഓഫീസേഴ്സ്. അപ്പം പിന്നെ ഞങ്ങളുടെ ഈ പോലീസിനകത്തൊക്കെ ഒരുപാട് ഈ ജലസൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് നുണയുണ്ട്. അപ്പം ഇതൊരു ഹൈ പ്രൊഫൈൽ കേസായതുകൊണ്ടും എനിക്ക് ലോക്കലിൽ വലിയ എക്സ്പീരിയൻസും ഇല്ലാത്തതുകൊണ്ടും ഇത് ഈ ലൈം ലൈറ്റ് മുഴുക്ക ഞാൻ അടിച്ചുകൊണ്ട് പോകും എന്ന് എൻ്റെ ചില ബാച്ച്മേറ്റ്സും അങ്ങനെയൊക്കെ ഉള്ള വേറൊരുത്തൻ ഇപ്പോൾ സ്ഥിരമായിട്ട് ചാനലിലൊക്കെ വരുന്നുണ്ട്, പേര് എൻ്റെ സീനിയറാണ്, പക്ഷെ IPS ഒന്നും കിട്ടിയില്ല. അയാളും ഇതിൻ്റെ കൂടെ കൂടി. അയാളെന്തോ ഭയങ്കര ഇൻവെസ്റ്റിഗേഷൻ കണ്ടുപിടിച്ച ആളായിട്ടാണ് വെപ്പ്. ഒരുപാട് കേസ് ഇവിടെ അട്ടിമറിച്ചിട്ടുണ്ട്. അയാൾ ഇതിനകത്ത് കൂടി. അയാളും മറ്റേ സീനിയർ ഓഫീസേഴ്സിൻ്റെ കൂടെ ഇതെങ്ങനെ സൂയിസൈഡ് ആക്കണമെന്ന് പറഞ്ഞു കൊടുക്കാൻ കൂടി. എനിക്കൊരു നിവൃത്തിയില്ലാതെ ഞാൻ എൻ്റെ കേസ് ഡയറിയിൽ എഴുതി വെച്ചു. അങ്ങനെ ഒരു കേസ് ഡയറി കേരള പോലീസിലില്ല. എനിക്ക് മുമ്പും ഇല്ല, എനിക്ക് ശേഷവുമില്ല. ഞാൻ എഴുതി എൻ്റെ മനസാക്ഷിക്കെതിരായിട്ട് ഉമാരെല്ലാം കേസ് അന്വേഷിക്കാൻ എന്നെ നിർബന്ധിക്കുക, അതുകൊണ്ട് ഈ കേസ് ഞാൻ ഇനി അന്വേഷിക്കില്ല, അത് ക്ലിയർ കട്ട് ഇൻസ്ട്രക്ഷൻ കിട്ടാതെ എന്നൊക്കെ പറഞ്ഞ് കേസ് ഡയറി എഴുതി. അപ്പോൾ ഇവർക്ക് പകയായി എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞാൽ ആ കേസിനെ പിന്നെ സൂയിസൈഡ് അടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്കൊരു ഫോൺ, അതൊരു വിശ്വംഭരൻ എന്ന് പറഞ്ഞ 100 മർഡർ കേസ് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ 100 കേസസ്, വലിയ പ്രഗത്ഭനാണ്. IPS കിട്ടിയില്ല, പക്ഷെ വലിയ പ്രഗത്ഭന ഓഫീസറാണ്. അദ്ദേഹം ചെങ്ങന്നൂർ ആ ഭാഗത്ത് അവിടെ ഉള്ളതാണ്, എൻ്റെ വളരെ സീനിയർ. അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞ്, ഗോപാലകൃഷ്ണൻ ഞാൻ വിശ്വംഭരനാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം വിഗ്രഹമോഷണ കേസിൽ വലിയ. ഞാൻ പറഞ്ഞു സാർ എനിക്കൊരു ഉപകാരം ചെയ്യുമോ? ഞാൻ അൺഎത്തിക്കൽ പ്രാക്ടീസാണ്, പക്ഷെ തൻ്റെ ഒരു മേലുദ്യോഗസ്ഥനല്ലേ ഞാൻ. താൻ ആ കേസിൻ്റെ മൊത്തം ഫോട്ടോ കോപ്പി, പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് അടക്കം എനിക്കൊന്ന് എത്തിക്കുമോ? അപ്പോൾ ഞാനൊന്ന് അറച്ചു, അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ലല്ലോ. പിന്നെ ഞാനിരുന്ന് ആലോചിച്ചു. അപ്പോൾ എനിക്കിങ്ങനെ 1-2 ഉപദേശകരുണ്ട്, എനിക്കറിഞ്ഞൂടാത്ത അതിപ്രഗത്ഭർ. ഈ വിശ്വംഭരൻ സാറിനെക്കാളും സീനിയറായിട്ടുള്ളൂ. ഒന്ന് ഭാഗ്യനാഥൻ നാടാർ, നമ്മുടെ കൊല്ലംകോട്ടാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന് ഇപ്പോൾ 85 വയസ്സാ മറ്റോ ഉണ്ട്. ഭാഗ്യനാഥൻ നാടാർ ഇത്രയേ ഉള്ളൂ, 5 അടി 5 ഇഞ്ച് എന്താണ്, ഭയങ്കര പ്രഗത്ഭൻ എന്ന് പറഞ്ഞാൽ അതിപ്രഗത്ഭനായ ഓഫീസറാണ്. അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഞാൻ പുള്ളിയെ വിളിച്ചു ചോദിക്കും, സാർ
ഇങ്ങനെ അപ്പം എൻ്റെ അടുത്ത് ഗോൽഷാ അത് സാരമില്ല, നീ വേറെ അഴിമതിയൊന്നും ചെയ്യുന്നില്ലല്ലോ, നീ അദ്ദേഹത്തിന് കൊണ്ട് കൊടുക്ക്. അദ്ദേഹം വളരെ ഓണസ്റ്റാണ്, കൊടുക്ക്, എൻ്റെ ജൂനിയറാണെന്ന് പറഞ്ഞു. വിശ്വംഭര സാർ ഞങ്ങളെ സീനിയറാണ് ഭാഗ്യനാഥൻ നാടാർ. അപ്പോൾ വിശ്വംഭരൻ സാറ് ഞാൻ കൊണ്ടു കൊടുത്തു. ചെങ്ങന്നൂർ TBയിലാണ് ഞാൻ കൊണ്ടു കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ വീട് അവിടെ അടുത്തവിടെയാണ്. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, അപ്പോൾ ഒന്നും ചോദിച്ചില്ല, ശരി ഗോൽഷപ്പൊക്കെന്ന് ഞാൻ സല്യൂട്ട് ചെയ്ത് ഞാൻ പോയി. കേസ് ഡയറി എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ പ്രസക്ത ഭാഗങ്ങൾ. അദ്ദേഹം ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഗോപാലകൃഷ്ണൻ നിങ്ങൾ എൻ്റെ അടുത്ത് എന്തെന്ന് പറഞ്ഞാൽ ഈ കേസ് മർഡറാണെന്നാണോ എൻ്റെ അടുത്ത്, എത്ര % മർഡറാണെന്നാണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞ്, അപ്പം എനിക്ക് വെപ്രാളമായി, കാര്യം ഞാൻ വലിയ പ്രഗത്ഭനല്ലേ. ഞാൻ പറഞ്ഞ് സാറ് 90%, അപ്പോൾ ബാക്കി 10% അവിടെ പോയി. ഏതോ ഇയാൾ കണ്ടില്ലേ, ടങ്ക് പ്രൊട്രൂഡഡ് ആൻഡ് ബിറ്റൺ, പോസ്റ്റ്മോർട്ടം. അതൊക്കെ ഞാൻ ജൂനിയറല്ലേ, അതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. ഇവരൊക്കെ വളരെ സീനിയറായുണ്ട്. ടങ്ക് പ്രൊട്രൂഡഡ് ആൻഡ് ബിറ്റൺ, ഇറ്റ് ഷോസ് വയലൻസ്. അത് കെട്ടിത്തൂങ്ങി മരണമല്ല. ഇങ്ങനെ കുറേ പോയിന്റ്സ് അദ്ദേഹം പറഞ്ഞു. ശരി, അപ്പം എന്തിനാണ് ഇങ്ങനെ ഫയൽ വാങ്ങിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ അങ്ങനെ സർവീസിലുണ്ട്. വൈകുന്നേരം ഇപ്പം VSൻ്റെ ഓഫീസിൽ നിന്ന് എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു VSനെ കണക്ട് ചെയ്യണം, സുരേഷ് കുമാർ മറ്റോ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ VSനെ കണക്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അപ്രാളായി. ഞാൻ VS രാഷ്ട്രീയക്കാരനാണ്, എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വയലാർജിക്ക് ശേഷം ഒരു ഹോം മിനിസ്റ്ററുമായിട്ട് സംസാരിക്കുന്ന VSമായിട്ടാണ്. അല്ല, അദ്ദേഹം ഹോം മിനിസ്റ്റർ അല്ല, ഹോം മിനിസ്റ്റർ പോലെ. അപ്പം ഭയങ്കര പവർഫുള്ളാണെന്ന്, കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ട VS ആണ്. എൻ്റെ അടുത്ത് തുടക്കം ഇതാണ്, ഇങ്ങനെയാണ്, എൻ്റെ അച്ഛനേക്കാളും പ്രായമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത്, മിസ്റ്റർ ഗോപാലകൃഷ്ണൻ എന്നെ ഒന്ന് വന്ന് കാണാമോ, നിങ്ങൾക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട, പക്ഷേ എനിക്കൊന്ന് നിങ്ങളെ കണ്ട് സംസാരിക്കണമെന്നുണ്ട്, എൻ്റെ കുറവൻകോണത്തുള്ള വീട്ടിൽ വരാമോ? ഇപ്പോൾ കുറവൻകോണത്ത് വാടക താമസിക്കും. ഞാൻ ഒരു 7 മണിയായപ്പം അവിടെ ചെന്നു. അപ്പോഴേക്കും ഈ VSന് എനിക്ക് ഭാഗ്യനാഥൻ നാടാർ അല്ലെങ്കിൽ S ജമാൽ, ഇങ്ങനെ വിജിലൻസിലെ S ജമാൽ, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞില്ലേ, ഇതുപോലുള്ള ചില ഗുരുക്കന്മാർ എനിക്കുണ്ട്. അതേപോലെ VSനും ഈ ഓരോ എക്സ്പെർട്സ് ഉണ്ട്. അതിലൊരു എക്സ്പെർട്ടാണ് ഈ വിശ്വംഭരൻ. അത് ശരി. അദ്ദേഹത്തിന് പലരും പലതും പറയും. അദ്ദേഹത്തിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിശ്വംഭരൻ ഇതുപോലുള്ളവരെടുത്താണ് സംസാരിക്കുന്നത്. ഒന്ന് ഭാഗ്യനാഥൻ നാടാർ സാറും ഒരു ക്ലയൻ്റാണ് അദ്ദേഹത്തിൻ്റെ. ഭാഗ്യനാഥൻ നാടാർ സാറിന് സ്വപ്ന രാഷ്ട്രീയവും കൂടെ ഉണ്ട്, പക്ഷേ പ്രഗത്ഭതയ്ക്ക് ഒട്ടും കുറവില്ല. അപ്പോൾ ഞാൻ ചെന്നപ്പം ആദ്യം ചോദിച്ചത് എൻ്റെ ഡീറ്റെയിൽസാണ്. നിങ്ങൾ എവിടുത്തുകാരൻ, നിങ്ങളുടെ അച്ഛൻ എവിടുത്തുകാരൻ, അമ്മയ്ക്ക് ജോലിയുണ്ടോ, ഭാര്യയ്ക്ക് ജോലിയുണ്ടോ, ഇതുപോലുള്ള കാര്യങ്ങൾ. സാധാരണ ഈ രാഷ്ട്രീയക്കാരൊന്നും ഇതൊന്നും സാധാരണ ചോദിക്കില്ല. അത് നമ്മുടെ മേലുദ്യോഗസ്ഥരും അങ്ങനെയാണ്. മേലുദ്യോഗസ്ഥർ കൊന്നുകളഞ്ഞ സീനിയർ IPS ഓഫീസേഴ്സ് ഒരിക്കലും ചോദിക്കുന്നില്ല. അഥവാ നമ്മുടെ കുട്ടികൾ നല്ല പൊസിഷനിലാണെങ്കിൽ കൊന്നുകളഞ്ഞ ചോദിക്കുന്ന പ്രശ്നമില്ല. അങ്ങനെ ഒരു സംഗതി കീഴ്വഴക്കമുണ്ട് പോലീസ്. ഞാൻ എൻ്റെ പോലീസുകാരൻ വന്ന ആദ്യം പോലീസുകാരൻ്റെ ഭാര്യ എവിടെ ജോലി ചെയ്യുന്നു, പോലീസുകാരൻ്റെ മക്കളാരാ, എന്തു ചെയ്യുന്നു, ഇപ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്ത 10-20 വർഷമായിട്ട് ജോലി ചെയ്ത പോലീസുകാരൻ്റെ മക്കൾ എന്ത് ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, ഇപ്പോഴും അറിയാം. അതൊക്കെ ഒരു മനുഷ്യത്വം. അപ്പം യുവമാർ ചോദിക്കില്ല മേലുദ്യോഗസ്ഥർ. വളരെ ചുരുക്കം അല്ലാത്തവരുണ്ട്, ഇല്ല എന്നല്ല. ഒരു 100 IPS ഓഫീസേഴ്സ് നമ്മളെക്കാൾ സീനിയറായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 10 പേര് ചിലപ്പോൾ നമ്മളെത്തൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരു കുശല അന്വേഷണം മാത്രമല്ല, നമ്മൾ 6 മാസം കഴിയുമ്പം ചോദിക്കും, നിങ്ങളുടെ മോൻ എഞ്ചിനീയറിങ്ങിന് പഠിക്കണം എന്നല്ലേ പറഞ്ഞത്, അതെന്തോന്നായി എന്ന് ചോദിക്കും, ഓർത്ത് വെച്ച് ചോദിക്കും. അപ്പം അതിൻ്റെ അർത്ഥം ചുമ്മാ ചോദിച്ചതല്ല, നമ്മളോടൊരു താല്പര്യം. അതുകൊണ്ട് അതേപോലെ VS എല്ലാം ചോദിച്ചു. അപ്പം ഞാനെല്ലാം പറഞ്ഞു. അപ്പം VS എൻ്റെ അടുത്ത് പറയാണ്,
മിസ്റ്റർ ഗോപാലകൃഷ്ണൻ എപ്പോഴും ഈ മിസ്റ്റർ ഗോപാലകൃഷ്ണൻ എനിക്കാണെങ്കിൽ ജാള്യതയാണ്. ഈ മിസ്റ്റർ ഗോപാലകൃഷ്ണൻ എപ്പോഴും ചോദിക്കുന്നത് എൻ്റെ അച്ഛനെക്കാളും പ്രായമുള്ള ഒരാൾ. മിസ്റ്റർ ഗോപാലകൃഷ്ണൻ ഇത് സൂയിസൈഡല്ലേ? ഞാൻ പറഞ്ഞ് VS സൂയിസൈഡല്ല. അതെങ്ങനെയാണ്? അയാളുടെ സൂയിസൈഡ് നോട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞു ആ സൂയിസൈഡ് നോട്ട് പ്ലാൻ ചെയ്തതാണ് VS. ഫാബ്രിക്കേറ്റഡ് അയാൾ എഴുതിയത് തന്നെ. അല്ല, അത് വേറൊരു, നമുക്ക് ആ കേസ് ഒരു കാലത്ത് ഡിസ്കസ് ചെയ്യാം, അപ്പം പറയാം. ഞാൻ പറഞ്ഞ് അദ്ദേഹം എഴുതിയത് തന്നെയാണ്, പക്ഷെ അത് സൂയിസൈഡ് നോട്ട് അല്ല ശരിക്കും പറഞ്ഞാൽ. അയാൾ വേണ്ടെന്ന് വെച്ചു. ഇത് വേണ്ട, അത് ഇയാളുടെ ശത്രുക്കളുടെ കിട്ടി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫും പിന്നെ ഓപ്പോസിറ്റ് പോലീസുകാരാണ്, പിന്നെ ഒരു കിടിലൻ അഡ്വക്കേറ്റ്, CPMൻ്റെ ഒരു കിടിലൻ യൂണിയൻ ലീഡറും പിന്നെ പോലീസുകാർ, ഇവരെല്ലാം കൂടെ ചേർന്ന് ഇവനെ തട്ടിയതാണ്. ഇവൻ്റെ വൈഫുമായിട്ട് ഇവർക്ക് അടുപ്പമുണ്ട്. അപ്പം ഇവൻ വലിയ ശല്യമാണെന്ന് കണ്ടതാണ് ഇവനെ തട്ടിയതാണ് ശാസ്ത്രീയമായിട്ട്. അപ്പം VSൻ്റെ അടുത്ത് ചോദിച്ചത് സൂയിസൈഡ് അല്ലേ? പ്രശാന്ത് ആലോചിക്കണം, VSൻ്റെ സ്ഥാനത്തുള്ള ഏതൊരു രാഷ്ട്രീയക്കാരനും ഞങ്ങളുടെ പോലീസിലുള്ള 90% പേരെടുത്തും സൂയിസൈഡ് അല്ലേ? അതെ സാർ എന്നേ മറുപടി. ഇവ ഇതിനു മുമ്പ് രണ്ട് പ്രാവശ്യം സൂയിസൈഡ് ചെയ്ത് സാർ എന്ന് പറയുന്നതാണ് ഞങ്ങളുടെ പോലീസിലെ ഒരു കൾച്ചർ. അങ്ങനെ അല്ലാത്ത അവരുകൊണ്ടില്ല എന്നല്ല. അപ്പം ഇങ്ങനെ ഞെട്ടിപ്പോയി. ഞാൻ വളരെ ജൂനിയർ അല്ലേ, എനിക്കന്ന് 34 വയസ്സോ മറ്റേ ഉള്ളൂ. മാത്രമല്ല ഞാൻ ഇപ്പം എല്ലാം കളഞ്ഞിട്ടങ്ങ് പോവില്ലേ, ഡിസംബർ ആകുമ്പോൾ പോകും. എനിക്കിവിടെ എന്ത് ഇൻട്രസ്റ്റ്? VSനെ സോപ്പിട്ടിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയല്ല സാർ, അതിങ്ങനെയാണ്. അങ്ങനെ ഞങ്ങൾ പിരിഞ്ഞു അവിടെ നിന്ന്. അപ്പം കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. മാത്രമല്ല മറ്റേ ആളടുത്ത് സംസാരിച്ചിരിക്കുന്നു. എന്നിട്ട് വിശ്വംഭര സാറിനെ പിറ്റേ ദിവസം വരാൻ പറഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ എനിക്ക് VSനെ പഠിപ്പിക്കാൻ പറ്റില്ല, വിശ്വംഭര സാറിനെ പഠിപ്പിക്കാൻ പറ്റും. എനിക്ക് അത്രക്കുള്ള നോളജ് എന്നുള്ളൂ. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം പിന്നെ വിശ്വംഭര സാർ വന്ന് കാണും. അത് പിന്നെ വലിയ ഹിസ്റ്ററിയായി. ഞാൻ 20 വർഷം യുദ്ധം ചെയ്തു, ഈ മേലുദ്യോഗസ്ഥരുമായിട്ടൊക്കെ യുദ്ധം ചെയ്തു. എന്നെ മേലുദ്യോഗസ്ഥർ ഭയങ്കരമായിട്ട് പീഡിപ്പിച്ചു. എനിക്കെതിരായിട്ട് 3 ക്രൈം കേസ്. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പ്രശാന്തിൻ്റെ കഴുത്തിൽ കയറി പിടിച്ചു. ഓക്കെ, നിങ്ങൾക്ക് ശ്വാസം കിട്ടാതെ കണ്ണിങ്ങനെ മിഴിച്ചിരിക്കുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടണം. ഞാൻ ക്രൈംബ്രാഞ്ചിൻ്റെ കഴുത്തി പിടിച്ചിരിക്കുകയാണ്. ഇതിനെ യുവമാർ വിചാരിച്ചത് സൂയിസൈഡാക്കാൻ പറ്റില്ല, കയറി പിടിച്ചിരിക്കുകയാണ്. ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ CA എന്നുള്ളത് പോട്ടെ, ഞാൻ ഫസ്റ്റ് ഇൻവെസ്റ്റിഗേറ്ററാണ്, എൻ്റെ എഴുത്താണ്. മാത്രമല്ല എൻ്റെ DYSP ഇവരുടെ കൂടെയാണ് എങ്കിലും ഈ ആളുകളുടെ തന്നെ അയാൾക്ക് വിവരമുണ്ട്. ഈ DYSP അങ്ങനെ IPS ഒക്കെ കിട്ടി റിട്ടയർ. അങ്ങേരെ ഇത് സപ്പോർട്ട് ചെയ്തു. അങ്ങേരെ ഇത് സൂയിസൈഡാക്കി എഴുതിയില്ല, അങ്ങേരെ ഉഴപ്പി. അങ്ങേരെ പക്ഷെ അങ്ങേർക്ക് അങ്ങനെയാണെങ്കിൽ അങ്ങനെ സൂയിസൈഡായിട്ട് എഴുതണമായിരുന്നു. അങ്ങേർക്ക് മനസ്സിലായി എഴുതിയാൽ അങ്ങേരെ പണി പോകുന്നു, എഴുതിയില്ല. പിന്നെ ഇത് ക്രൈംബ്രാഞ്ചിലേക്ക് പോയി. ഈ മേലുദ്യോഗസ്ഥന്മാർ ക്രൈംബ്രാഞ്ചിൽ പോണതിന് മുമ്പ് ഇവരെങ്ങോട്ട് ഡിക്റ്റേഷൻ തുടങ്ങി. അതൊരു വലിയ സ്റ്റോറിയാണ്, അതൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഡോക്ടർമാരുടെ തെളിവ് എങ്ങനെ ഇവരെ അട്ടിമറിച്ചു ഈ ക്രൈംബ്രാഞ്ച് സംഘം. പിന്നെ ഇതൊന്നും പോരാ. അപ്പം ഞാനാണെങ്കിൽ ഇങ്ങനെ നീറ് പോലെ നിൽക്കുകയാണ്. എൻ്റെ ആരോമാണ് ചത്തെന്നുള്ളതിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ വീട്ടിലിങ്ങനെ ഒരു മരണം ഉണ്ടെങ്കിൽ പോലും ഞാൻ ഇങ്ങനെ നിൽക്കുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഇപ്പോഴും. അപ്പോൾ ഇവനൊരു പണി കൊടുത്തേ പറ്റുള്ളൂ എന്നിവർ തീരുമാനിച്ചു. തമിഴ് സിനിമയിലൊക്കെ കാണുന്ന പോലെ എൻ്റെ പുറത്ത് 3 ക്രൈം കേസ്, 3 ക്രൈം കേസ്. ഒന്ന് 307 അറ്റംപ്റ്റ് ടു കിൽ, നോൺ ബെയിലബിൾ. അത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് തിരിഞ്ഞാൽ കുറ്റം, ഇങ്ങോട്ട് തിരിഞ്ഞാൽ 8 ഡിപ്പാർട്ട്മെൻ്റ് പോയി. ഇതൊന്നും അതിജീവിച്ച് എനിക്ക് ഓസ്ട്രേലിയയിൽ പോകാൻ പറ്റില്ല. ഇതെല്ലാം ഈ കേസ് പെൻഡിങ്. അപ്പം പോകരുത്, ബ്ലോക്ക് ചെയ്തതാണ്. അപ്പം ഇങ്ങനെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് ഈ ഇടതുപക്ഷം കൺവീനർ ആണ്, പക്ഷേ
കാര്യങ്ങൾ തീരുമാനിക്കുന്നത് വേറെ പലരുമായിരുന്നു. മനസ്സിലായല്ലോ. ഞാൻ CM നയനാർ സാറാണ്, അദ്ദേഹം സാധു മനുഷ്യൻ, അദ്ദേഹത്തിന് ഇതൊന്നും അറിയില്ല. അദ്ദേഹത്തിന് മുമ്പിൽ നിർത്തി ഡിപ്പാർട്ട്മെന്റ് ഭരിക്കാൻ വേറെ ആൾക്കാരുണ്ടല്ലോ. അല്ല, ഡിപ്പാർട്ട്മെന്റ് അല്ല, സെക്രട്ടേറിയറ്റ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വേറൊരു അവസരത്തിൽ പറയാം. അയാൾ നല്ല വിവരമുള്ളവനുമായിരുന്നു. അയാൾ പൊളിറ്റീഷ്യൻ ആണെങ്കിലും അയാൾ നല്ല വിവരമുള്ളവനായിരുന്നു. അയാൾ ഈ കേസ് അട്ടിമറിച്ചു. ഈ കേസ് അട്ടിമറിക്കാൻ അപ്പോൾ ഇതിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഗതി, എൻ്റെ PSO പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർ കൃഷ്ണൻകുട്ടി 20 വർഷമായിട്ട് എൻ്റെ PSO ആയിരുന്നു. കൃഷ്ണൻകുട്ടി അദ്ദേഹം ഒരു 3 വർഷം മുമ്പാണ് അദ്ദേഹം മരണപ്പെട്ടുപോയി. അദ്ദേഹം എൻ്റെ അടുത്ത്, അപ്പം ഈ മെഡിക്കൽ കോളേജ് CA ആയിരിക്കുമ്പോൾ അന്ന് തുടങ്ങിയാണ് ഇയാൾ എൻ്റെ PSO ആയിട്ട്. ഞാൻ IPS റിട്ടയർ ചെയ്യുന്നവരെ എൻ്റെ PSO ആണ്. അപ്പം ഇയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, അയാൾക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടാന്നേ ഉള്ളൂ, പക്ഷെ നല്ല ബുദ്ധിയും വിവരമുള്ള, ഇംഗ്ലീഷ് അറിയാമായിരുന്ന അയാൾ സബ് ഇൻസ്പെക്ടർ സെലക്ഷനോ എന്തെങ്കിലും കിട്ടിയാണ്. പക്ഷെ ബാക്കിയുള്ളതിനൊക്കെ നല്ല വിവരമുണ്ട്. അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ, നമ്മുടെ ഈ മെഡിക്കൽ കോളേജ് ആ സമയം തൊട്ട് ഞാൻ ശ്രദ്ധിക്കുകയാണ്, ഈ മറ്റേ കേസില്ലേ, ആ കേസ് അട്ടിമറിച്ച ഓമാർക്കെല്ലാം ദൈവം പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, മനസ്സിലായില്ല. സാർ ഒന്ന് ആലോചിച്ച് നോക്കണം. IG, അന്നത്തെ IG, ക്രൈംബ്രാഞ്ചിലെ IG, ലോക്കൽ IG, DYSP, അയാൾ പിന്നെ SP ആയിട്ട് റിട്ടയർ ചെയ്തു. പിന്നെ ഒരു പൊളിറ്റീഷ്യൻ, ലീഡിങ് പൊളിറ്റീഷ്യൻ, പേര് പറയുന്നില്ല, മരണപ്പെട്ടുപോയി.